Welcome to the channel Swastha Foods. ഹായ് എവരോടും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കരിമീൻ പൊള്ളിച്ചതാണ്. അപ്പം എല്ലാവർക്കും അറിയാം കരിമീൻ പൊള്ളിച്ചെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കരിമീൻ പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കരിമീൻ പൊള്ളിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കരിമീൻ നല്ലവണ്ണം കഴുകി ക്ലീനാക്കി ഉപ്പൊക്കെ ഇട്ട് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കാണ് ഇവിടെ ഞാൻ നല്ലവണ്ണം ഇതിന് വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ മസാല നല്ല പിടിക്കണമെങ്കിൽ ഇങ്ങനെ നല്ലവണ്ണം വരഞ്ഞു കൊടുക്കണം. ആദ്യമേ കരിമീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ ആദ്യമേ ഒരു 2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ഹാഫ് ലെമൺ, പിന്നെ കുറച്ച് ഉപ്പ്. ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് ആക്കാം. ഇപ്പോൾ നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അത് ഫിഷിലോട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി ഫിഷിലിങ്ങനെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഇങ്ങനെ നല്ലോണം പോകത്തക്കോണം വേണം മസാല തേക്കാൻ. ഇപ്പോൾ ഒരു സൈഡിൽ മൊത്തം ഞാൻ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും തേക്കുക. ഇങ്ങനെ മറ്റേ സൈഡിലും നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കുക. മറ്റേ സൈഡിൽ അതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു ഹാഫ് ആൻ അവർ ഇത് വെക്കുക. ഇനി ഒരു പാൻ വെക്കുക. പാൻ വെച്ചിട്ട് ചൂടായി കഴിയുമ്പം ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ്സ് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 3-4 കറിവേപ്പില ഇങ്ങനെ മുറിച്ചിടാം. ഇനി തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മറ്റേ സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റാം. ഇനി മീൻ പൊള്ളിക്കാൻ നേരത്ത് ഇലക്കകത്ത് വെക്കാനുള്ള മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ട് ചൂടായി കഴിയുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇന്നത്തിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരുന്ന ഉള്ളി നിൽക്കുകയാണ്. അതായത് ഒരു ചെറിയൊരു സവാളയും പിന്നെ ഒരു 7 ചുമന്ന ഉള്ളിയും ചെറിയ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഉള്ളി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി നല്ല വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ഒരു മുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നല്ലോണം ഫൈനലി ചോപ്ഡ് ആക്കിയ ഗ്രീൻ ചില്ലീസ് ആണെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടൊമാറ്റോ ഞാൻ ഗ്രേറ്റ് ചെയ്തതാണ്. അല്ലെങ്കിൽ നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞാലും മതി. അത് ഇട്ട് കൊടുക്കാം. നല്ലോണം വഴറ്റി കൊടുക്കുക.
ടൊമാറ്റോ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തിലോട്ട് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു പിഞ്ച് ഓഫ് മേത്തി പൗഡർ, ഉലുവ പൗഡർ. മസാലകൾ നല്ലോണം ചൂടാക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മസാല റെഡി ആയിട്ടാണ്. ഇനി നമുക്ക് ഇലക്കകത്ത് വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്യാസിലൊരു ഇവിടെ വാഴയില എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഗ്യാസിന് മേളിൽ വെച്ചിട്ട് നല്ലോണം വാട്ടിയെടുക്കാം. ഇനി ആദ്യമേ ഇല വെച്ചിട്ട് ഇലക്കകത്തോട്ട് ആദ്യമേ മസാല വെക്കാം. നല്ലോണം സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ മേളിൽ മീൻ വെക്കാം. ഇനി നല്ലോണം മസാല വെച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ മീൻ വെക്കാം. ഇനി അതുപോലെ തന്നെ മീനിൻ്റെ മേളിലും നല്ലോണം മസാല പുരട്ടി വെക്കുക. നല്ല ഫുൾ കവർ ചെയ്തിട്ട് മസാല തേക്കുക. ഇപ്പം മസാല നല്ല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഇത് നല്ലോണം കവർ ചെയ്തിട്ട് പൊള്ളിച്ചെടുക്കാം. ഇങ്ങനെ നല്ലോണം കവർ ചെയ്യുക. നല്ലോണം കവർ ചെയ്തിട്ട് ഒരു വാഴനാരോ അല്ലെങ്കിൽ എന്തെങ്കിലും ത്രെഡ് എന്തെങ്കിലും എടുത്തിട്ട് നല്ലോണം കെട്ടി വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാം. ഇപ്പോൾ നല്ലോണം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പൊള്ളിച്ചെടുക്കാം. കരിമീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. എണ്ണ നല്ല ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കരിമീൻ വെച്ച് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാം. ഇടയ്ക്കിങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക. ഇനി തിരിച്ചിടാം. മറ്റേ സൈഡ് അതുപോലെ തന്നെ പൊള്ളിച്ചെടുക്കാം. ഇതും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ മീൻ പൊള്ളിച്ച് റെഡി ആയിട്ടുണ്ട്. കാണാം. ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് മീൻ പൊള്ളിച്ചത് അഴിച്ചു നോക്കാം. നിങ്ങൾക്ക് കാണാം, നല്ല മണമൊക്കെ ഉണ്ട്. ഇവിടെ മീൻ പൊള്ളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. താങ്ക് യു.